ഞണ്ട് ഫ്രൈ കഴിച്ചിട്ടുണ്ടോ? ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ വേറെ കാണില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മസാലയൊക്കെ കൂട്ടി ഞണ്ട് ഫ്രൈ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കിയ കിടുക്കാച്ചി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എങ്ങനെ ഈ ഞണ്ട് ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ മസാലകളൊക്കെ എങ്ങനെ നമ്മൾ കൂട്ടുന്നതെന്ന് നോക്കാം. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ കുറച്ച് ഞണ്ടുമായിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് കുറച്ച് ഞണ്ട് കിട്ടി. നമ്മൾ ഈ അടുത്താണ് ഞണ്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു, റോസ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഞണ്ട് ഫ്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഒടുക്കലത്തെ ടേസ്റ്റാണ് ഞണ്ട് ഫ്രൈക്ക്. നല്ല ടേസ്റ്റായിട്ടുള്ള ഈ ഞണ്ട് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമല്ലോ. ആദ്യം തന്നെ നമുക്ക് ഈ ഞണ്ടൊന്ന് വൃത്തിയാക്കിയൊന്ന് എടുക്കാം. ഞണ്ട് വൃത്തിയാക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വലിയ പാടൊന്നുമില്ല. ഈ രണ്ട് കാലൊക്കെ കളഞ്ഞ് നല്ല ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതുള്ള ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു അരപ്പ് തയ്യാറാക്കണം. കുറച്ച് വെളുത്തുള്ളി അല്ലി ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അരച്ചെടുക്കാനാണ്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് പച്ചമുളകും, എരിവിനാവശ്യമായ പച്ചമുളകും, സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, 1/4 സ്പൂണിൽ താഴെ ഉപ്പ് സൂക്ഷിച്ച് വേണം ഇടാനും. ഞണ്ട് അധികം ഉപ്പിടത്തില്ല. കുറച്ച് കറിവേപ്പില, ഒരിത്തിരി വെള്ളം ഇതുള്ളിൽ ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കിലോളം ഞണ്ടുണ്ട്. അതിനുള്ള അരപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ 1 മണിക്കൂറോളം നിന്ന് അടച്ച് വെച്ചേക്കണം. ഇതിനകത്ത് മസാല പിടിക്കാനും മീൻ പൊരിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കിതൊരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇതിനകത്ത് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാനാണ്. കുറഞ്ഞതൊരു 10-15 മിനിറ്റെങ്കിലും വെച്ചേക്കണം. എന്നാലും നല്ലപോലെ മസാല പിടിക്കത്തുള്ളൂ. നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഞാനിവിടെ ഞണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ചൂടായ ഓയിലിനകത്തോട്ട് നമുക്കിത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഓരോ ഞണ്ടായിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാവേ.
ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഇത്തിരി കുറച്ചിട്ടേക്കണം കേട്ടോ. ഇതിനുള്ളിൽ മാംസം നല്ലൊന്ന് വേവണം. ലോ മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ച് ഫ്രൈ ആക്കി എടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിട്ടാൽ പുറമേ നല്ലപോലെ മുരിയും, ചിലപ്പോൾ ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം ഒന്ന് കുറച്ചിട്ടേക്കാം, പിന്നെ വേണമെങ്കിൽ കൂട്ടിയിടാം. നമ്മുടെ ഫ്രൈ എന്തോ ആയി നോക്കാം. ഈ സൈഡ് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടായിരുന്നു. ഇനി നമുക്ക് തിരിച്ചിടും. കാലുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിരിച്ചിടാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഞാൻ ഈ അടുത്തിടെ ഞണ്ട് മാങ്ങയിട്ട് കറി വയ്ക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാത്തൊരു ടേസ്റ്റാണ്. മസാലയൊക്കെ നല്ലപോലെ ഞണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ ഞണ്ട് മുരിഞ്ഞൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഫിഷ് ഫ്രൈ ഒന്നും അല്ല, അതിനേക്കാളൊക്കെ ഒരു എന്താ പറയുന്നത്, വേറൊരു ടേസ്റ്റാണ്. ഞണ്ടിനകത്ത് എങ്ങനെ മസാല പിടിക്കും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. നമ്മളിപ്പോൾ മസാലയൊക്കെ പുരട്ടി ഒരു മണിക്കൂറൊക്കെ വെച്ചിരുന്നു. ഇത് ഞാൻ 1 മണിക്കൂർ വെച്ചിരുന്നു. 1 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞ അരമണിക്കൂറൊക്കെ വെച്ചേക്കണം. അത് നല്ലപോലെ മസാല പിടിക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിട്ട് നല്ലപോലെ നമ്മളൊന്ന് മുരിച്ചെടുക്കണം. അതല്ല ഫ്ലെയിം കൂട്ടി വെച്ച് പുറമേ ഒന്ന് മുരിഞ്ഞ് വരുത്തോളൂ. നല്ല ലോ ഫ്ലെയിം വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഫ്രൈ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല കുതിപ്പിക്കുന്ന ടേസ്റ്റുള്ള ഫ്രൈ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതും ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം. നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡും ഒക്കെ നല്ല പോലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം. നല്ല ടേസ്റ്റാണെന്ന് എടുത്തെടുത്ത് പറയാമെന്ന് വിചാരിക്കരുത്. ഈ ഒരു ഞണ്ട് ഫ്രൈ മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും പത്തിരിയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണിത്. ഈ മസാലകളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. ഈ ഒറ്റ കറി മാത്രം മതി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബാക്കിയുള്ള ഞണ്ടും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ കൊതിപ്പിക്കുന്ന ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അത്രയ്ക്കല്ല ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വിചാരിക്കും ഞണ്ടല്ലോ അതിനകത്ത് എങ്ങനെ മസാല കയറും. മസാല എല്ലാം പുരട്ടി 1 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. നല്ലപോലെ മസാല കയറും. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കൂടെയുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മസാലകളൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. നല്ല മണവും വരുന്നിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മസാല നല്ലപോലെ പിടിച്ചാണ് ഉള്ളിൽ. ഒരു സൈഡൊക്കെ നല്ലപോലെ മുരിഞ്ഞ് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരുവിധമൊക്കെ വേവായിട്ട് ഞാൻ ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് മുരിച്ചെടുത്തത്. വേറെ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങളോട് കാണിച്ചു തരാവേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
ഞണ്ട് നമ്മൾ പല രീതിയിൽ കറി വയ്ക്കും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞണ്ടും മാങ്ങയുടെ കറി വയ്ക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞണ്ട് ക്ലീൻ ചെയ്ത് കറി വയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു പോകണേ. എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരുപാട് പേർക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാനും അറിയത്തില്ല, ഞണ്ട് കറി വയ്ക്കാനും അറിയത്തില്ല. എന്നോട് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ ചോദിക്കും, അതെങ്ങനെ കറി വയ്ക്കുന്നത്, അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക് യു.